ഹേ ഗായ്സ്, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പം എല്ലാവരും ഓണ സെലിബ്രേഷനും ഓണമൊക്കെ എങ്ങനെ പോകുന്നു കമൻറ്റ് ചെയ്യണേ. പിന്നെ രാവിലെ തന്നെ ഞാൻ ഓർത്ത് പൂ ഇടാന്ന്, ഇവിടെ കുറച്ച് പൂ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ചെറിയൊരു അത്തപ്പൂ ഇടാന്ന്. അപ്പം പിന്നെ രാവിലെ തന്നെ അതായിരുന്നു എൻ്റെ പണി. അതിനെ ഇത്ര ഇട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കളറെല്ലാം കൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള പൂവും കൊണ്ട് ഞാൻ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇട്ടു. ഈ വൈറ്റ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ആ വൈറ്റ് വലിയൊരു ബോർഡർ ആക്കി. പിന്നെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്തു. എൻ്റെ ഒരു ഐഡിയയിൽ വലിയ ഡിസൈനൊന്നുമില്ല, ഫുള്ള് റൗണ്ട് വരച്ചിട്ടിട്ടു. പിന്നെ ബാക്കി വന്ന പൂവും കൊണ്ട് ഞാൻ ഇതുപോലെ ഓണം 2026 ചെറിയൊരു പൂക്കളവും കൂടെ ഇട്ടു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അസോസിയേഷൻ ഓണപ്പരിപാടി ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോകാനായിട്ട് ഞാനും ഉമ്മച്ചിയും കൂടെ റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഇതായിരുന്നു ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ, പുതിയതാട്ടോ. അങ്ങനെ ഇതിനെ വെറുതെ തട്ടമിട്ടേക്കുന്നുള്ളൂ. എൻ്റെ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഫാനിൻ്റെ അവിടെ ഇരുന്ന് കുറച്ച് നേരം മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തത് ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് സദ്യ കൊടുക്കാറായി കാണുമെന്ന്. പക്ഷേ അതല്ലായിരുന്നു ഗൈസ്. എൻ്റെ ആ ഒരു കണക്ക് കൂട്ടലൊക്കെ തെറ്റി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് പരിപാടി തുടങ്ങിയതേ ഉള്ളായിരുന്നു. പിന്നെ അവിടെ ഒരു വലിയ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ച് ഞാൻ ഈ ഒരു ക്യൂട്ടീനെ കണ്ടു. പിന്നെ അവിടെ ഉദ്ഘാടനവും മറ്റേ തിരികൊളുത്തലും ഒക്കെ കഴിഞ്ഞു. പിന്നെ അവിടുത്തെ മൊമെൻ്റോ ആയിട്ട് എല്ലാവരും കൊടുത്തിരുന്നത് ഞാൻ ചെയ്ത ഫ്രെയിമാട്ടോ. ഒരു 6 ഫ്രെയിം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഞാൻ ചെയ്തായിരുന്നു. പിന്നെ MLAക്ക് വേണ്ടിയും ചെയ്തിട്ടുണ്ടായിരുന്നു. MLAക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. അപ്പം MLAക്ക് അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ഞാൻ ചെയ്ത ഫ്രെയിം. പിന്നെ അവിടുത്തെ ചേച്ചിമാരുടെ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കാണാനായിട്ട്. പിന്നെ സദ്യ കഴിക്കാൻ സമയമായി. ഞാൻ പെട്ടെന്ന് പോയി, പക്ഷേ എനിക്ക് സീറ്റ് കിട്ടിയില്ല. ഓക്കെ. അപ്പം ഈ വീട്ടിലായിരുന്നു കേട്ടോ സദ്യ. അപ്പം ഇതായിരുന്നു ആ വീട്ടിലെ പൂക്കളം. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ മിറർ ഉണ്ടായിരുന്നു. മിറർ കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ, ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. പിന്നെ സദ്യ കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് അവിടെ കുറേ പിള്ളേർ ഇങ്ങനെ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ആ പിള്ളേരോട് ഇങ്ങനെ ഇരുന്നു. പിന്നെ സദ്യ കഴിക്കാൻ എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ കഴിക്കാനായിട്ടിരുന്നു. പിന്നെ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ സദ്യ, പായസവും പഴവും പപ്പടം എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഞാൻ തിന്നു. പിന്നെ സദ്യ കഴിച്ചതിനെ പിന്നെ റെസ്റ്റ് എടുക്കണമല്ലോ. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗെയിംസൊക്കെ തുടങ്ങി. അങ്ങനെ കസാരകളിയായിരുന്നു ആദ്യം. ഞാൻ ആദ്യം ഔട്ടായി, സ്വാഭാവികം. പിന്നെ എല്ലാവരും കസാരകളെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ അത് ലേഡീസിൻ്റെ ആയിരുന്നു, പിന്നെ ജെൻസിൻ്റെ ഉണ്ടായിരുന്നു. അത് വൻ കോമഡി ആയിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവും. പിന്നെ അതിനൊപ്പം ലെമൺ ആൻഡ് സ്പൂൺ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഉണ്ടായിരുന്നു. സാധാരണ എനിക്ക് അതിന് പ്രൈസൊക്കെ കിട്ടുന്നതായിരുന്നു. പക്ഷേ എൻ്റെ അടുത്തെത്താറായപ്പോൾ എൻ്റെ നാരങ്ങ പോയി ഗൈസ്. പിന്നെ ഇവരുടെയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. പിന്നെ വടംവലി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വടംവലിക്കും ചേർന്നു. വടംവലിയും കണ്ടു. അങ്ങനെ എൻ്റെ മമ്മി ആൻഡ് ടീം ജയിച്ചു ഗൈസ്. അപ്പോൾ അവരുടെ ഒരു സന്തോഷ പ്രകടനങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതും ജെൻസിൻ്റെ ഉണ്ടായിരുന്നു. അതിനും ദാണ്ട് അവർ ജയിച്ചു. അവരുടെ സന്തോഷ പ്രകടനങ്ങളാശയ വെറുതെ വായി കൊള്ളാത്ത പേരൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് ഇതാക്കുന്നുണ്ടല്ലേ. പക്ഷേ ഏറ്റവും നല്ല വടംവലി ഈ പിള്ളേരുടെ ആയിരുന്നു ഗൈസ്. രണ്ടുപേരും വിട്ടു കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ലാസ്റ്റ് മറ്റേ ഇതെല്ലാം ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ള ടീമായിരുന്നു ഗൈസ് ജയിച്ചത്. പിന്നെ രാത്രിയിലെ പ്രോഗ്രാമിനുള്ള ഔട്ട്ഫിറ്റ് മാറാനായിട്ട് ഡാൻസിനുള്ളവരൊക്കെ പോയി. അപ്പോൾ പിന്നെ ഞാൻ വൻ പോസ്റ്റായിരുന്നു. പിന്നെ ഈ പിള്ളേർ ഈ കപ്പ് വെച്ചിട്ട് കുറേ കൊട്ടാരങ്ങളുണ്ടാക്കി, കപ്പ് കൊട്ടാരം എന്നല്ല ഇതിന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ ഡാൻസൊക്കെ തുടങ്ങി. എല്ലാവരുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുടെയും ഡാൻസ്. അങ്ങനെ ഡാൻസൊക്കെ കണ്ടു ഞാൻ ഇങ്ങനെ ഇരുന്നു. ഇച്ചിരി ബോറടി ആയിരുന്നു എനിക്ക്. പിന്നെ ഡാൻസൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഓക്കെ ആയി. അതുമല്ല പ്രൈസ് മേടിക്കണമല്ലോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞാലേ പ്രൈസും തരുള്ളൂ. അപ്പം അതും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എനിക്ക് പ്രൈസൊന്നുമില്ല കേട്ടോ. എൻ്റെ ഉമ്മച്ചിക്ക് ഇതേ ഒരു 2 ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പം അതും മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. ഇതൊക്കെയായിരുന്നു ഗൈസ് ഗിഫ്റ്റ്. ആ ചെറുത് എനിക്ക് കിട്ടിയത് പ്രോത്സാഹന സമ്മാനം മൊമെൻ്റ് ഒക്കെ കൊടുത്തതിന് കേട്ടോ. അപ്പം ഇതായിരുന്നു ഗൈസ് കിട്ടിയത്. ആ പിങ്ക് ആ ബാസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ വന്ന് 10 മണിയായി വീട്ടിൽ എത്തിയപ്പം. മടുത്ത് സത്യം പറയാം. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് കിടന്നാൽ മതി എന്നുള്ളായിരുന്നു. എൻ്റെ ഫോണിൽ 2% ഉള്ളായിരുന്നു ചാർജ്. അപ്പം എടുത്ത വീഡിയോ ആയത്. അപ്പം ഞാൻ ഓർത്ത് കിടന്നുറങ്ങാന്നൊന്നും നോക്കിയില്ല. ഫോൺ കുത്തിയിട്ട് ഞാൻ പിന്നെ കിടന്നുറങ്ങി ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.